ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എനർജിയാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എടുക്കാൻ. കാരണം എന്താ അമ്മ, കുറേ നാൾ കൊണ്ട് ഒരിടത്ത് പോകണമെന്ന് വിചാരിച്ച് ഇന്ന് അത് സാധിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പാവം ചുച്ചുപ്പനെ കൊണ്ടുപോകുന്നില്ല, ബിക്കോസ് അവിടുത്തെ ക്ലൈമറ്റ് നോക്കണം. കാരണം ഭയങ്കര തണുപ്പൊക്കെ ആയിരിക്കാം. മേ ബി യാത്ര ചെയ്യാൻ വയ്യാന്ന് കസ്റ്റന്റെ വാവ. അപ്പോൾ അമ്മമ്മയ്ക്ക് കൂട്ടായിട്ട് ഇന്ന് ബിന്ദു ആൻറ്റി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ എവിടെ, പൊന്മുടിയിലാണ് സുഹൃത്തുക്കളെ പോകുന്നത്. ഞാനും അമ്മ അനുവും ആണ് ഇവിടെ നിന്ന് വരുന്നത്. പിന്നെ ശ്രീതു ചേച്ചി നന്ദന ചേച്ചിയും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ. ഇപ്പോൾ വഴി അവരെ പിക്ക് ചെയ്യാൻ പോവാ കേട്ടോ. അപ്പോൾ ഇപ്പോൾ 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സമയം. നമ്മൾ 5 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. ലേറ്റ് ആണ്. ഇന്നലെ എനിക്കും അനുവിനൊന്നും ഉറക്കവേ വന്നില്ല. മേ ബി ട്രിപ്പിനെ കുറിച്ച് ആലോചിച്ച് ഭയങ്കര എക്സൈറ്റ്മെന്റ് കൂടിയോണ്ടായിരിക്കാം ഉറക്കം വന്നില്ല വലുതായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. സോ അമ്മ വണ്ടി കയറി. ഞാൻ കണ്ണാടി എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയി കേട്ടോ. ഇനിയിപ്പോൾ കണ്ണാടി ഇല്ലാതെ ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മുടെ സ്വന്തം തങ്കക്കൂടം ചുച്ചുപൊന്നാൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് നമുക്ക് ഇറങ്ങാൻ സുഹൃത്തുക്കളെ. യു ചുമപ്പ്. ബൈ ചുച്ചുപൊന്നാൻ. യു ചുമന്നിരിക്കുന്നു ഉമ്മതാ. ബൈ ബൈ ചുച്ചു. അപ്പോൾ നമ്മൾ നന്ദൻ ചേച്ചി ആദ്യം പിക്ക് ചെയ്തു. യോ പ്രേതം കണ്ട്. എവിടെ പോകുന്നു പാതിരാത്രി? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പുന്തലത്താഴം പോയി ചേച്ചി പിക്ക് ചെയ്യാം. ഗൈസ് നേരം വെളുത്ത് വരുന്നു. 6 മണിയാവാറായി. ഫ്രണ്ടില് അനിക്കുട്ടിയും അനു ഉണ്ട്. നന്ദമോളെന്ന് പറയാൻ പറഞ്ഞ് എല്ലാരും ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്യുക. നമ്മളെ പേരൂര് വയലിൽ കൂടെ കേട്ടാ പോകുന്നത്. ഗൈസ് പേരൂക്കാവി പാട്ടിട്ടേക്കുന്നു. നിർമാല്യം കഴിഞ്ഞാൻ തോന്നല്ലേ. 4:30 നിർമാല്യം. 5:45. ഗൈസ് നമുക്ക് ഈ കാറും ഈ വീടും ഫെമിലിയർ ആയി തോന്നുന്നു. പൊന്മുടി എത്താറാകുമ്പോഴത്തേക്ക് എവിടെ പോന്ന് നമ്മൾ പൊന്മുടി ട്രിപ്പ് പോന്ന്. സമയം വന്നിട്ട് 6:45. ഞാനും അങ്ങുണ്ടല്ലോ ഈ കാറി കേറി അങ്ങ് ഷോട അങ്ങ് അറ്റ ഷോ. ഗൈസ് ഇവിടെ ഫുള്ള് വളവ് തിരിവ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അല്ലേ നന്ദൻ ചേച്ചി? ഗൈസ് കണ്ടോ, ഞാൻ നന്ദൻ ചേച്ചിയുടെ അടുത്തോട്ട് ഭയങ്കര സൺലൈറ്റ്. ചുള്ളിമാനൂരെത്തി. എൻ്റെ പൊട്ട് പോയി ഗൈസ്. പൊട്ടില്ലാതെ എനിക്കൊരു ജീവിതമില്ല ഗൈസ്. അപ്പോൾ നമ്മളെ പൊട്ട് മേടിക്കാൻ വേണ്ടി ഇവിടെ ഒരു കടയിൽ നിർത്തി. പക്ഷെ ആ കട അടച്ചിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കഴിച്ചിട്ട് അങ്ങ് പോവാന്ന്. പക്ഷേ റെസ്റ്റോറൻറ്റും അടച്ചിട്ടേക്കും. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞതേ ഉള്ളു. അപ്പോൾ നമ്മൾ തിരിച്ച് കാറിൽ കയറുക കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ളൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ മുല്ലച്ചിറ കൊമ ആനപ്പാറയിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് കാണാൻ പറ്റും മഞ്ഞ്. അതുകൊണ്ട് അത് കാണുന്നത് മഞ്ഞാണ് ഗൈസ്. അങ്ങ് ദൂരെ അത് മഞ്ഞാണ് കേട്ടോ. ഈ ഹോട്ടലിലാണ് വന്നത്. അപ്പോൾ ഞാൻ പൊറോട്ടയും കടലക്കറിയും, ബാക്കിയുള്ളവരെല്ലാവരും ദോശയും സാമ്പാറും ഒക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ദോശ ഇഷ്ടമല്ല കേട്ടോ. മറ്റേ സോൾട്ട് മാംഗോ ട്രീ സിനിമയ്ക്കകത്ത് ബിജു മേനോൻ പറയത്തില്ല ആനപ്പാറ LP സ്കൂൾ, അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് കേട്ടോ. ഇതുകൊണ്ട് ഗൈസ് മല പ്ലസ് മഞ്ഞ് അടിപൊളി കേട്ടോ. നമ്മള് ഹെയർ പിൻ കേറാൻ തുടങ്ങിയ സുഹൃത്തുക്കളെ. നമ്മളെ ഗ്ലാസ് തുറന്നിട്ടേക്കുവാ.
കാരണം ഇവിടെ ഒരാൾക്ക് വൊമിറ്റിംഗ് നാരങ്ങ വെച്ചിട്ടുണ്ട്. നമ്മുടെ വരുന്ന വഴി കോട ഇങ്ങനെ നമ്മുടെ കാറിൽ അടിക്കുന്നത്, അതായത് പറന്ന് വരുന്ന നമുക്ക് കാണാം കേട്ടോ. അടിപൊളി. നമ്മൾ ഇറങ്ങി കേട്ടോ, കാറ് ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി. നമ്മൾ കോട കാണിച്ചു തരാം. ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. കോട ഫൈനലി നമ്മൾ പൊന്മുടി എത്തി. ശ്രീതു ചേച്ചി ഐലൈനർ എന്നിട്ട് പൊട്ടിടാൻ, അങ്ങനെ ഞാൻ പൊട്ടിട്ടു. ഇറങ്ങാൻ പോയി. ഇനി അങ്ങോട്ട് നമുക്ക് നടത്തുകയാണ്. നമുക്ക് കാണിക്കാം. കണ്ടോ ഗൈസ്, നമ്മുടെ കാറ് ഞങ്ങളമ്മനെ പാർക്ക് ചെയ്ത് നടക്കുക കേട്ടോ. ചെവി അടഞ്ഞു, അതുപോലെ തണുപ്പുണ്ട് അല്ലേ. കോടത പറക്കുന്നു. റോഡൊക്കെ വിസിബിളാണ്, പക്ഷേ മുകളിലോട്ടൊന്നും വിസിബിൾ അല്ല കേട്ടോ. നമ്മളിനി ഇത് നടന്ന് അങ്ങ് പോകണം. ഇനി നടക്കാനുള്ള അല്ലേ ചേച്ചി? അതെ. ബാ ഗൈസ്, അപ്പോൾ നമ്മൾ കയറി വരും കേട്ടോ. ഫൈനലി നമ്മൾ ആഗ്രഹിച്ച ക്ലൈമറ്റ് വന്നു. മഴ പെയ്യുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അടിപൊളി ഗൈസോ. ഇത്രയും വലിയൊരു മല അവർ കയറിയതും ആ 3 പേര് നിൽക്കുന്നതും അവരാണ് കേട്ടോ. അപ്പോൾ അവരവിടെ ചെന്നിട്ട് ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. നമ്മളിപ്പോ ഇവിടെ ഏറ്റവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മഞ്ഞ് ഞങ്ങളുടെ മുഖത്ത്? കോട സ്ലാബ് ഇതുകൊണ്ട് താഴോട്ടിറങ്ങാം അല്ലേ? അങ്ങനെ അവർ മലയൊക്കെ ഇറങ്ങി താഴെ വന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഫോട്ടോ സെഷൻ ആയിരുന്നു. അമ്മയും നന്ദന ചേച്ചിയായിട്ടുള്ളൊരു ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ. അനുവാണ് എടുത്തു കൊടുക്കുന്നത്. ശ്രീതു ചേച്ചി അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മുഖം വെറുതെ ഒന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് കാണിക്കുന്നുണ്ട്.
അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് താഴോട്ട് പോയി കേട്ടോ. അപ്പോൾ ഒരു 10:41 ഇപ്പം സമയം. ആ സമയത്തിലുള്ള എന്താണ് ക്ലൈമറ്റ് പറ? നല്ല കോട, അടിപൊളി കോട. നമ്മളെയും പൊടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ പിന്നെ ഞങ്ങൾ നടന്ന് ആ കാണുന്ന മലയുടെ മേളിലോട്ട് കയറാമെന്ന് പ്ലാൻ ചെയ്ത് കേട്ടോ. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ആ മലയുടെ മണ്ടയ്ക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഗൈസ്, ഇതാണ് മല. ഇവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. വലത് കാൽ വെച്ച് തുടങ്ങാം. അയ്യോ, ഇത്രയും കൂടെ കയറിയാൽ മതി. മലമുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഫുള്ള് കോടയാട്. ഇവിടുത്തെ ഗൈസ്, അപ്പം നമ്മൾ എവിടെ ഇരിക്കുന്നത്? മലയുടെ മണ്ടയ്ക്ക് 2 പേര് ഇരിപ്പുണ്ട്. 4 പേര് 6 പേര്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കുറേ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഇരിക്കുന്നോട്ട് തോന്നും. ഞാൻ ചെരുപ്പ് ഊരിയപ്പം എൻ്റെ ചെരുപ്പ് ഇപ്പം ഇവിടെ നിന്ന് താഴെ പോകണ്ടായിരുന്നു, പക്ഷെ പോയില്ല. നിങ്ങളപ്പം വിചാരിക്കും ശ്രീതു ചേച്ചി എന്ത് ചെയ്യുന്നു? ഇതുകൊണ്ടേ വെട്ടിയിട്ട വാഴ പോലെ ഇതാണ്ട് ഗൈസ് വാഴ ശ്രീതു, വെട്ടിയിട്ട വാഴ ശ്രീതു. നല്ല രസമുണ്ട്. ഞാനും നന്ദുവും ശ്രീതുവും കൂടെ അവിടെ മേളില് പോയി. അവിടെ മേളിലല്ലേ. എന്നിട്ട് അവിടുത്തെ കുറെ പാണ്ടികളാണെങ്കിൽ ഊന്ന് പറഞ്ഞപ്പോ ഇവിടെ വന്നിട കൂന്ന്. കാര്യം എന്താ? പാണ്ടി ഓൺലി റിയലൈസസ് എ പാണ്ടി. എന്നിട്ട് ഞങ്ങളെ കുറിച്ച് എന്തൊക്കെയോ അവര് പറഞ്ഞു. അവര് വിചാരിച്ചു ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞങ്ങളെല്ലാം തെരിയുന്ന മലയാളികളാന്ന് അവർക്ക് മനസ്സിലായില്ല. തമിഴ് തെരിയും. ഞങ്ങളെ കുറിച്ചിരുന്ന് പറയുന്നത് അതെന്ന് വെച്ചാല് മറ്റേ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത്ര നേരം ഞങ്ങള് മേളിൽ ഇറങ്ങുന്നവരെ അവർക്ക് ഫോട്ടോ എടുക്കണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് അവരുടെ തൊട്ട് ബാക്കി കൂടെ പോയപ്പോഴത്തേക്കും അയാള് പറഞ്ഞു ഫോട്ടോ എടുക്കുന്ന. അയാൾ പറഞ്ഞ് എന്തുവാ ആൾക്കാർ പോയില്ലേ പിന്നെ എങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാനിരുന്ന ആന്റി പറഞ്ഞു ഇപ്പോഴല്ലേ ആൾക്കാർ വന്ന് നിങ്ങൾക്ക് നേരത്തെ എടുത്തുകൂടായിരുന്നു എന്ന്. അങ്കിളാരായി ശശി അഞ്ജുനിടയ്ക്ക് എന്നെ മൂഡ് സ്വിങ്സ്. ഞങ്ങള് ഇരുന്നിട്ടില്ല. ഞാനും നന്ദുവും ശ്രീതുവും ഇരുന്നിട്ടില്ല. അമ്മയൊക്കെ കൊറേ ഇരുന്ന്. എനിക്ക് പറ്റത്തില്ല നിങ്ങളുടെ കൂട്ട്. അതൊക്കെ ഓടിച്ചാടി നടക്കാൻ. അതുകൊണ്ടല്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതാ. അതുകൊണ്ട് ഗായ്സ് അങ്കിൾ കണ്ടോ ഇവിടെ ഇരുന്നിട്ട് അടിപൊളി കാറ്റ് ഗൈസ്. ചൂടുണ്ടായിരുന്നു നേരത്തെ, പക്ഷെ ഇപ്പൊ ഭയങ്കര തണുപ്പ്. അമ്മ കിടന്ന് ഇവിടെ നല്ല കാറ്റ്, അടിപൊളി കാറ്റ്. ഇപ്പൊ സമയം 11:06. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ഞങ്ങൾ കൂവാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. ഗൈസ്, കണ്ടോ മഴ വരാൻ പോകുന്ന കേട്ടോ. ഫ്ലോപ്പായി. എന്തുവാ ആ ഒരു കൂവല് കോളോ? ആരേ കോള്? മഴക്കോള്. ഗൈസ്, നമ്മുടെ പേരൊക്കെ ഇങ്ങനെ എൻഗ്രേവ് ചെയ്യുന്ന ശ്രീതു പ്രൊഫഷണൽ ആണ്. ആവശ്യമുള്ളവർ വിളിക്കുക, നമ്പർ തരും. അടിപൊളി മഴ കേട്ടാ. ഇവിടെ 2 ഗോട്ടുകളുണ്ട്. ഓടാ എന്താ ഗൈസ്, കൂടുന്ന ആൾക്കാരൊക്കെ അത് ഓടുന്നു. സമയം 11:50. നോക്ക്, മഴ പെയ്യുവാ. ഒന്നും കാണാൻ വയ്യാട്ടാ. ഭയങ്കര കോട ഗൈസ്, അതുപോലെ ഭയങ്കര മഴ. അതുകൊണ്ട് നമ്മളൊരു സൈഡിലേക്ക് വണ്ടി നിർത്തി അങ്ങനെയൊക്കെ മഴയൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഒരു 12 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. ഓർക്കിഡ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത്, KTDC. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴും ഇതുപോലെ ഫോറസ്റ്റ് പോലെയാണ് കേട്ടോ. 2 സൈഡും ഭയങ്കര കാടും അതുപോലെ കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആയിട്ട്. അപ്പോൾ നല്ല വൈബായിരുന്നു, സെറ്റായിരുന്നു. നമ്മൾ കാറിൽ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് പോയി. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് നടന്ന് KTDCയുടെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ.
പിള്ളേർക്ക് അവിടെ കളിക്കാൻ വേണ്ടി ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഗസ്റ്റ് ഹൗസ് പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റ്, KTDC ഓർക്കിഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനത്തെ ഒരു ലുക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടാണ് ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്കിവിടെ ഇരിക്കാം, എന്നിട്ട് കഴിക്കാം. എന്നിട്ട് നമ്മൾ ഫുഡിന് ഓർഡറൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ ദേ ഇവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെന്താ, ഇങ്ങനെ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നോക്കി തന്നെ കാണാൻ പറ്റും, നല്ല കോടയായിരുന്നു വെളിയിൽ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുരങ്ങനെ കണ്ടു കേട്ടോ അപ്പോൾ അവർ പോയി വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ശ്രീതു ചേച്ചിയുടെ ഫോണിൽ എടുത്ത വീഡിയോ ആണിത്. പിന്നെ ഇത് ആഡ് ചെയ്തതാണ് കേട്ടോ. നല്ല രസമായിരുന്നു കുരങ്ങനെ കാണാൻ വേണ്ടി, ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. എന്താണ്ട് കഴിക്കുമായിരുന്നു. അപ്പം നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണിയും എഗ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു ചിക്കൻ ബിരിയാണി. അപ്പോൾ ഞാൻ സലാഡും അച്ചാറും കൂടെ പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ട് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നന്ദൻ ചേച്ചി എഗ് ബിരിയാണി, അമ്മ എഗ് ബിരിയാണി, പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ചിക്കൻ ബിരിയാണിയാണ് മേടിച്ചത്. ഞാൻ അമ്മയടുത്ത് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു ആവറേജ് ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ട്? ആവറേജ് ബിരിയാണി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ കസാട്ട കഴിക്കുന്നു. വേണ്ട 3 ഫ്ലേവർ മിക്സ്, ചോക്ലേറ്റ്, സ്ട്രോബെറി, പിസ്ത. കൊള്ളാം. പിന്നെ അമ്മയ്ക്ക് എന്താ പറയാനുണ്ട് ഗൈസ്? ഈ ട്രിപ്പ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നെ അർച്ചനയ്ക്ക് ഒരുപാട് താങ്ക്സ്. അർച്ചന കോർഡിനേറ്റ് ചെയ്ത് നമുക്കിവിടെ എത്താൻ പറ്റി. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തേ ഉള്ളൂ പൊന്മുടിയിൽ വരാനായിട്ട്. അത് അർച്ചനയടുത്ത് ചോദിച്ചപ്പം, അതിന് വഴിയും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ തന്നെ അർച്ചനയുടെ കൊച്ചച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ ഉള്ളൊരു അവസരം ഉണ്ടാക്കി തന്ന അർച്ചനയ്ക്ക് ഒരുപാട് താങ്ക്സ്. പിന്നെ ഈ അറിഞ്ഞത് തന്നെ ദേവൻ, അർച്ചനയുടെ മോൻ വീട്ടിലെ ട്യൂഷൻ വന്നപ്പോൾ പൊന്മുടിയുടെ വഴി ചോദിച്ചതാണ്. അപ്പം ദേവൻ ചെന്ന് വീട്ടിൽ പറയുകയും അങ്ങനെ ആണ് നമ്മളിത് അർച്ചന പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ കഴിച്ച റെസ്റ്റോറൻറ്റ് ഇതാണ്, വേണ്ട ഓർക്കിഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് കയറി കയറാം. ഗൈസ് നമ്മൾ അങ്ങനെ ഹെയർ പിൻസ് എല്ലാം ഇറങ്ങി ഉള്ളത് എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്ത് മീൻമുട്ടി വാട്ടർഫാൾസിലാണ് കേട്ടോ. ഇവിടെ ഇറങ്ങിയെങ്കിലും നമുക്ക് റേഞ്ച് ഒന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതുപോലെ എനിക്ക് വാട്ടർഫാൾസിൽ ഇറങ്ങാൻ പറ്റത്തില്ല, നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളം കൂടി പെട്ടെന്ന് ഒഴുകും. ഗൈസ് ഇപ്പോൾ 2:15 സമയം, 2:15 കഴിഞ്ഞു. അപ്പോൾ ഇവിടെ അപകട മേഖല, വന്യജീവി വകുപ്പ് ആൻഡ് വനം വകുപ്പ്, അതായത് ഇവിടെ ആനകൾ, അമൃത വിദ്യാലയം, മലയാളം വായിക്കാൻ പറ്റില്ലേ? വന്യജീവി വകുപ്പ് ആൻഡ് കേരള വനം. അപ്പോൾ ഗൈസ് ഈ കിടക്കുന്നത് നന്ദൻ ചേച്ചിയുടെ പ്രഡിക്ഷനിൽ ആനപ്പിണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പിള്ളേർക്ക് എല്ലാവർക്കും പേടിയായിട്ട് കാട്ടിലൊക്കെ പോകണ്ടേ, ഇനി നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ആ വഴിയാണ് നമ്മൾ വന്നേ. അപ്പോൾ നമ്മൾ ദൂരെ ഇനി 800 മീറ്റർ കൂടെ കടന്നാൽ നമുക്ക് വാട്ടർഫോളിൻ്റെ അടുത്ത് എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെച്ച് ഈ ഒരു നടത്തം ക്വിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇല്ല, ഈ ഗൗരി എന്നെ പറഞ്ഞ് പേടിപ്പിച്ചു, കിടക്കുന്ന മരം ഒടിഞ്ഞു വീണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു കഴിച്ചു. അപ്പൊ നമ്മൾ എന്തായാലും പോവാൻ നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ ഇനി 800 മീറ്റർ നമുക്ക് താണ്ടാനുണ്ട്. അല്ല, വേറെ കാര്യം എന്ന് വെച്ചിട്ട് വേറെ ആൾക്കാർ ആരുമില്ല നമുക്ക് കൂടെ പോവാനായിട്ട്. നമ്മൾ മാത്രം ഗൈഡും ഇല്ല, ആരും ഇല്ല. ഗൈഡ് ഒരു മൂലക്ക് ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ അവര് നമ്മുടെ അടുത്ത് ഇതിനെ കുറിച്ച് അപകട മേഖലയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. കാരണം മരമൊക്കെ
നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് എത്ര നേരം വീഡിയോ എടുത്ത ആളെ കാണാത്തത്? കാരണം കിടന്നുറങ്ങുന്നു. പെട്ടെന്ന് എണീറ്റ് കേട്ടോ. നമ്മള് പാവം. നല്ല മഴയാണ് ഗൈസ്. നമ്മൾ മഴയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ബാക്കി വിശേഷങ്ങൾ കുട്ടി എണീറ്റിട്ട് പറയുന്നതായിരിക്കും. ബൈ. ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ എഴുന്നേറ്റു. നമ്മൾ കൊല്ലത്തി പാരിപ്പള്ളി ആവാൻ പോകുന്നതല്ല കേട്ടോ. എന്നിട്ട് എൻ്റെ ഉറക്കം ഓക്കെ ആയില്ല. എന്തായാലും തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ടിരുന്നതാണ് ഗൈസ്. എന്തായാലും നമ്മൾ ഈ പൊന്മുടി വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ അമ്മ അനു വണ്ടി ഓടിക്കുന്നു. ശ്രീതു ചേച്ചി ഇവിടെ കിടക്കുന്നു. കുഞ്ഞ് വലിയ പൊന്മുടി വ്ളോഗ് ഇത്ര ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ ദി വ്ളോഗ്. ബൈ.